ബാലസുരക്ഷിത കേരളം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി ജില്ലയിലെ സൈക്കോ സോഷ്യൽ കൗൺസിലർമാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബാലസുരക്ഷിത കേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലാ മാനസിക ആരോഗ്യ പരിപാടിയുടെ സഹകരണത്തോടെ ശില്പശാല സംഘടിപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തുന്നതിനും ശാസ്ത്രീയ ഇടപെടലിലൂടെ ലഹരി ഉപയോഗം പ്രതിരോധിക്കുന്നതിനും സ്കൂൾ കൗൺസിലർമാരെ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തൊടുപുഴ ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി PN നിർവഹിച്ചു. ഇപ്പോഴത്തെ കേരളമല്ല എല്ലാ ടെക്നോളജി വളർന്നു വന്ന സമയത്ത് എല്ലാം വിരളത്തിലായ സ്ഥിതിക്ക് അതിനനുസരിച്ചുള്ള മാനസികമായിട്ടുള്ള വളർച്ചയും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു മാത്രമേ. പക്ഷേ എന്ത് പരീക്ഷിക്കാനും എന്ത് പുതുതായിട്ട് സാധനം പരീക്ഷിക്കാനുള്ളൊരു മാനസികാവസ്ഥയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. പണ്ട് ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ നിഷ VA അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാതല ICDS പ്രോഗ്രാം ഓഫീസർ മഞ്ജു PG, ഇടുക്കി ജില്ലാ മാനസിക ആരോഗ്യ പരിപാടി നോഡൽ ഓഫീസർ ഡോക്ടർ ആതിര ചന്ദ്രൻ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജോമറ്റ് ജോർജ്, ORC സൈക്കോളജിസ്റ്റ് ജാക്കലിൻ തങ്കച്ചൻ, ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ബിജി KN, PRO മെറീന ജോർജ് എന്നിവർ പ്രസംഗിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 60ഓളം സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർമാരാണ് പരിശീലനം നേടിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.